നമസ്കാരം ആർ പി. നമസ്കാരം. നിരന്തരം ഈ ഭീകരവാദികൾ കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അജ്ഞാതരുടെ ആക്രമണം കാരണം പാകിസ്ഥാൻ ഭീകരവാദികൾ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചില സൂചനകൾ വരുന്നു, അതും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്നടക്കം വരുന്നത് ഇതിനൊരു സംയുക്ത ഓപ്പറേഷൻ, റോ മൊസാദ് സംയുക്ത ഓപ്പറേഷൻസ് ഇതിൻ്റെ പിന്നിലുണ്ട് എന്നതാണ്. എന്താണ് ആർ പി ഇതിനെക്കുറിച്ച് പറയാനുള്ളത്? ഞാനും അങ്ങനത്തെ ചില റിപ്പോർട്ടുകൾ കണ്ടായിരുന്നു. അതായത് ഇതൊരു സംയുക്ത ഓപ്പറേഷൻ, റോ മൊസാദ് എന്ന് കണ്ടില്ലെങ്കിലും ഇൻ്റലിജൻസ് ഏജൻസീസിൻ്റെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് ഇതിൻ്റെ പിന്നിലെന്ന് ചില സൂചനകളുള്ള റിപ്പോർട്ടുകളുണ്ട്. അതിൽ എടുത്തു പറയാനുള്ളത്, ഇത് ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ്. ഒരു ആർമി സംയുക്ത സൈനികാഭ്യാസം അല്ലെങ്കിൽ സംയുക്ത ആക്രമണം, യു എസിൻ്റെ സഖ്യകക്ഷികളും കൂടെ ലോകത്ത് നടത്തുന്ന ആക്രമണങ്ങൾ, അത്തരം ഒരു സംയുക്ത ഇടപാട് ഇൻ്റലിജൻസ് സംവിധാനത്തിലില്ല, നടക്കത്തുമില്ല. അത് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലിജൻസ് ഏജൻസികൾ തമ്മിലുള്ള കോർഡിനേഷനാണ്. ഒരുപക്ഷെ ഹരി, നമ്മുടെ പ്രേക്ഷകർക്ക് പലർക്കും അറിയാത്ത ഒരു കാര്യം, ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം നയതന്ത്ര ബന്ധം എന്നാണ് പറയുന്നത്, ഇല്ലേ? ഉഭയകക്ഷി ബന്ധങ്ങൾ, അംബാസഡർമാർ തമ്മിൽ, രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിൽ, അത് ഒരു നയതന്ത്ര ബന്ധമാണ്. അതെല്ലാവർക്കും കാണാൻ സാധിക്കും. പക്ഷേ അതിനപ്പുറം പാരലായിട്ട്, സമാന്തരമായിട്ട് ഏജൻസികൾ തമ്മിൽ എപ്പോഴും ഒരു ബന്ധമുണ്ട്. അതിന് ഈ നയതന്ത്ര ബന്ധങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതായത് മുകളിൽ നടക്കുന്ന എന്താണ്, പത്രങ്ങളിൽ വരുന്ന എന്താണ്, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഏജൻസികൾ തമ്മിൽ അണ്ടർഗ്രൗണ്ടിൽ മറ്റ് പാരലായിട്ട് അവർ തമ്മിൽ ഒരു സംവിധാനമുണ്ട്. ഇപ്പോൾ അമേരിക്കയുടെ CIA മേധാവിക്ക് അല്ലെങ്കിൽ CIA പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യയിലെ ഇൻ്റലിജൻസ് ഏജൻസീസുമായിട്ട് നിരന്തരം ബന്ധമുണ്ട്. CIA തന്നെ പാകിസ്ഥാനിലെ ഇൻ്റലിജൻസ് ഏജൻസീസുമായിട്ട് ബന്ധം വെക്കുന്നുണ്ട്. ഭാരതത്തിൽ തന്നെ ഭാരതവും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ, അതായത് ഭാരതം ഇസ്രായേലിനെ ഒരു രാജ്യം എന്നുള്ള നിലയിൽ അപ്രൂവ് ചെയ്ത് നയതന്ത്ര ബന്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഭാരതത്തിലെ ഇൻ്റലിജൻസും മൊസാദുമായിട്ട് നിരന്തരം ബന്ധമുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, പല വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഈ സംയുക്ത ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരുമിച്ച് വിവരങ്ങൾ പരസ്പരം പങ്കുവെക്കുന്നുണ്ട്, കാര്യങ്ങൾ പരസ്പരം അറിയിക്കുന്നുണ്ട്, തീവ്രവാദികളുടെ ടാർഗറ്റുകളുടെ നീക്കങ്ങൾ ഡേ ടു ഡേ അല്ലെങ്കിൽ ഓൺ ടൈം പരസ്പരം കൈമാറുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമ്മൾ വിചാരിക്കാവൂ. അല്ലാതെ ഇപ്പോൾ ഭാരതമാണ്, ഇപ്പോൾ പാകിസ്ഥാനി പല തീവ്രവാദികളും ഒന്നിനു പുറകെ ഒന്നായിട്ട് ചത്തു വീഴുകയാണ്. അപ്പം അതിൽ മിക്കവാറും എല്ലാ ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാ ഓർഗനൈസേഷനിലെയും ഭീകരരാണ് മലക്കുന്നത്. അതിൽ ജെയ്ഷെ മുഹമ്മദ് ഉണ്ട്, ജമാഅത്തുൽ ദുബായ് ഉണ്ട്, ഹിസ്ബുൾ മുജാഹിദിനുണ്ട്, അള്ളാ ടൈഗേഴ്സ് ഉണ്ട്, അങ്ങനെ പല ഓർഗനൈസേഷൻ, JEM ഉണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ വകഭേദമുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ടാർഗറ്റ് ചെയ്യുന്നത് ഏതാണ്ട് മൊസാദ് വന്നിട്ട് ചെയ്യുന്നതാണെന്ന് ദയവ് ചെയ്ത് കരുതരുത്. അവരൊരു പക്ഷേ ഈ കോർഡിനേഷൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഇത് പാകിസ്ഥാൻ ഈ ഭീകരവാദികളെ വളരെ ഡയറക്റ്റ് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവർ ലഷ്കർ-ഇ തോയ്ബ ഏകദേശം 5000-ഓളം ആൾക്കാരെ നിർത്തിക്കൊണ്ടൊരു മുംബൈ മോഡൽ ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു. അപ്പം ആ പദ്ധതി പൊളിഞ്ഞു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഭീകരന്മാർ നടത്തുന്ന ഇത്തരം പദ്ധതികളെല്ലാം തന്നെ പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികളെ സഹായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ കൂടിയുള്ള ആക്രമണവും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ പാലസ്തീനിലേക്കുള്ള ആക്രമണം ശക്തമായി. ആ പാലസ്തീൻ എന്ന രാജ്യത്തിൽ തന്നെ ഇപ്പോൾ ഏകദേശം ഹമാസ് കൂടെ ചിറകൊടിഞ്ഞ മട്ടിലാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഹിസ്ബുള്ളയെ ഹെൽപ്പ് ചെയ്തിരുന്നു. അങ്ങനെ പല രാജ്യങ്ങൾക്കകത്തുള്ള ഭീകരവാദികളെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഇറാൻ ഏകദേശം നാമാവിശേഷമായി. ഇറാനൊരിപ്പം ശക്തിയില്ലാത്ത ഒരു അവസ്ഥയില്ല, ഇത്തരം ഭീകരവാദികളെ സഹായിക്കാനെങ്കിലും ശക്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതേ രീതിയിൽ, ഇതേ മാർഗത്തിൽ പാകിസ്ഥാന് നേരെ എപ്പോഴെങ്കിലും ഒരു സംയുക്ത ആക്രമണം എന്ന നിലയിലേക്ക് ഇത് മാറുവാനുള്ളൊരു സാധ്യത അല്ല. ഇതിലെ ആദ്യത്തെ പാർട്ടി ഞാൻ പറയട്ടെ. ഇപ്പം മുംബൈ മോഡൽ ഒരു ആക്രമണം ഭാരതത്തിനുള്ളിൽ നടത്താനുള്ള ശ്രമം അത് പൊളിഞ്ഞു എന്നാണ് ഹരി പറഞ്ഞത്. പൊളിഞ്ഞു എന്ന് പൂർണ്ണമായിട്ടൊന്നും വിശ്വസിക്കരുത് ദയവ് ചെയ്ത്. കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിൽ തന്നെ വിഷവാതകത്തിൻ്റെ ശ്രമം നടന്നതെന്ന് നമ്മൾ കണ്ടു. ദില്ലിയിൽ നടന്ന ഓപ്പറേഷൻ കണ്ടു. ഇത് രണ്ടും പാളിപ്പോയ 2 ഓപ്പറേഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കേണ്ട
ഭീകരാക്രമണ പദ്ധതികളായിരുന്നു അത്. പക്ഷേ നമ്മൾ അതുകൊണ്ട് 2 പൊളിച്ചു, അതുകൊണ്ട് ഇനിയും ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിരിക്കാൻ പറ്റില്ല. അതാണ് നമ്മളുടെ ഗതികേടെന്ന് പറയുന്നത്. കാരണം ആക്രമണമാണ്, അവരാണ് നിശ്ചയിക്കുന്നത് എവിടെ എങ്ങനെ എന്ത് ചെയ്യണമെന്ന്. ഇത് ഓരോ സമയത്തും പ്രതിരോധിക്കുകയും അതിനെ ഇല്ലാതാക്കുകയും തോൽപ്പിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഒരെണ്ണം തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മനുഷ്യരെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പോൾ അതൊരു വളരെ കൃത്യമാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിൽ പൊളിഞ്ഞു പോയി എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, പക്ഷേ നിരന്തരം ആക്രമിക്കുകയാണ്. 2ാം ഭാഗം ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഈ പറയുന്ന ഭീകര സംഘടനകളെ മാത്രമല്ല, ആ ഭീകര സംഘടനകളുടെ അവർക്ക് അഭയം കൊടുക്കുന്ന രാജ്യത്തെ കൂടി ക്ഷീണിപ്പിക്കേണ്ടത് ഇപ്പോൾ ആവശ്യമാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതം എന്താണ് ചെയ്യുന്നത്, അത് ഹരി ഒന്ന് കൃത്യമായിട്ട് നോക്കണം. അതായത് ഭാരതത്തിൽ നിരന്തരമായിട്ട് കഴിഞ്ഞ എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഭീകരാക്രമണം നടക്കുന്നുണ്ട്. ഇത് ഇപ്പോൾ ഈ അജ്ഞാതരുടെ പാകിസ്ഥാനിൽ നടക്കുന്ന നരവേട്ട, അത് കൃത്യമായിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഭീകര സംഘടനകളിൽ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾ, അല്ലാത്ത ഭീകര സംഘടനകളും പാകിസ്ഥാനിലുണ്ട്. ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ കമാൻഡർമാർ, അവരുടെ റിക്രൂട്ടർമാർ, ഇങ്ങനെയുള്ളവരാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് കൊല്ലപ്പെടുന്നത്. കറക്റ്റല്ലേ? അപ്പോൾ അവരെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അത് ഒരർത്ഥത്തിൽ ഈ പറയുന്ന സംഘടനകളുടെ കെട്ടുറപ്പിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. പക്ഷേ അതിൽ വളരെ സീനിയറായിട്ടുള്ള ഇപ്പോൾ ഹാഫിസ് സയ്യിദിനെ പോലെയുള്ള ആൾക്കാരെ ഇതുവരെ തൊട്ടിട്ടില്ല. ഇത് പക്ഷേ എന്നാണ് തുടങ്ങിയത്? ദശാബ്ദങ്ങളായി നമുക്ക് നേരെ ആക്രമണം നടക്കുന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്ന് ശരിക്കും അത് ഭാരതമാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയില്ല. ഭാരതം അത് നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഗാർഡിയന്, വാഷിങ്ടൺ പോസ്റ്റ് പോലെയുള്ള മാധ്യമങ്ങളും പാകിസ്ഥാനിലെ ഫോറിൻ ഓഫീസും പാകിസ്ഥാനിലെ ISIയും ഒക്കെ പറയുന്നത് ഇത് ഭാരതത്തിൻ്റെ റോയുടെ ഓപ്പറേഷനാണ് എന്ന് തന്നെയാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളിത് തുടങ്ങിയത് എന്നാണ്? പുൽവാമ അറ്റാക്കിന് ശേഷമാണ്. 2019 അല്ലേ? 2019 പുൽവാമ അറ്റാക്കിന് ശേഷമാണ് 2020 മുതൽ ഇങ്ങനെയുള്ള വേട്ടയാടൽ തുടങ്ങിയത്. കാരണം സഹിക്കാൻ പറ്റുന്നതിനപ്പുറം പോയി. 2008 മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇതുപോലെ ഒരു പരിപാടി തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പുൽവാമയും ഈ പഹൽഗാമും ഒന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം അതുപോലെ ഭീകര സംഘടനകളെ ബാധിക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. കൃത്യമായിട്ടാണ് ഇവരെ ടാർഗറ്റ് ചെയ്യുന്നത്. ഹരിയോട് ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ പറഞ്ഞു വന്ന കാര്യം കൊണ്ട് ഇത് ഒരു ഇൻ്റലിജൻസ് ഓപ്പറേഷനാണ് എന്ന് 100% ഞാൻ ഉറപ്പിക്കുന്നത് ഈ ഭീകരാക്രമണം നടക്കുന്ന രീതി അല്ലെങ്കിൽ അത് കണ്ടിട്ടല്ല. ഇതിപ്പോൾ ഒരാളെ തോക്കെടുത്ത് വെടിവെച്ച് കഴിഞ്ഞാൽ മുമ്പിൽ നിൽക്കുന്ന ആൾ മരിച്ചു വീഴും. അപ്പോൾ അത് ആരായാലും മരിച്ചു വീഴും. പക്ഷേ ഇതങ്ങനെയല്ല. ചെയിൻ ഓഫ് ആക്ഷൻ. ഇത് ചെയിൻ ഓഫ് ആക്ഷൻ കൃത്യമായിട്ട് ആൾക്കാരെ ടാർഗറ്റ് ചെയ്യുന്ന രീതിയാണ്. ആരാണ് ഈ ടാർഗറ്റ്? ഇവരാരും തന്നെ ഇതിലൊരൊറ്റ സിവിലിയൻസ് മരിച്ചിട്ടില്ല ഇതുവരെ. ഒരൊറ്റ സെർവിങ് പാകിസ്ഥാൻ ഓഫീസർമാർ മരിച്ചിട്ടില്ല ഇതുവരെ. നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരൊറ്റ പാകിസ്ഥാനിലെ ഓഫീസർമാർ, ISI ഉദ്യോഗസ്ഥന്മാരാരും മരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ആർമി ഉദ്യോഗസ്ഥന്മാർ മരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ ആർമിയിൽ നിന്ന് റിട്ടയറായ 1-2 പേരെ ഇതുപോലെ ആക്രമണത്തിൽ കൊന്നിട്ടുണ്ട്. പക്ഷേ അവരെല്ലാം ഈ ഭീകര സംഘടനകൾക്ക് വേണ്ടി റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങും നടത്തുന്നവരായിരുന്നു. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഈ ടാർഗറ്റുകളെ ഇവർ തിരഞ്ഞെടുക്കുന്നത്. അത് ദിവസങ്ങളോളം ഇവരുടെ ദിനചര്യ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ചെയ്യുന്ന ഓപ്പറേഷനാണ് ഇത്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പം ഓപ്പറേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, അവർ മിഡിൽ ലെവൽ ഓപ്പറേറ്റേഴ്സിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്, ആസൂത്രകരെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും അപ്പർ ബോഡി ആയിട്ടുള്ള, ഏറ്റവും ഹയർ ബോഡി ആയിട്ടുള്ള ഹാഫിസ് സയ്യിദോ മസൂദ് അസറോ പോലുള്ള ആൾക്കാരെ ചിലപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഈ ആക്രമണം നടത്താത്തത്? ഒരു വാണിംഗ് കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ സമാധാനമില്ലാതാക്കുകയും അവർക്ക് ഒരു പക്ഷേ കൂടുതൽ പുതിയ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള അവരുടെ ശേഷി ഇല്ലാതാക്കുകയും ചെയ്യുകയായിരിക്കും താൽക്കാലികമായ ഉദ്ദേശം. അവർ ഡെഫിനറ്റായിട്ട് ടാർഗറ്റ് ആവുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയും, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് നമ്മുടെ സൈന്യം ആക്രമിച്ച രീതി നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഡ്രോൺ അറ്റാക്കൊക്കെ നടന്ന അസീം മുനീറിൻ്റെ വീടിന്, അദ്ദേഹത്തിൻ്റെ വസതിക്ക് 1 കിലോമീറ്റർ അപ്പുറത്തൊക്കെയാണ് കൃത്യമായിട്ട് കൊണ്ടുപോയിട്ട് കിരാന ഹിൽസിൽ വേണമെങ്കിൽ അകത്ത് കയറി ആക്രമിക്കാമായിരുന്നു. പക്ഷേ കിരാന ഹിൽസിൻ്റെ പടിക്കൽ കൊണ്ട് ബോംബിട്ടിട്ടാണ് പോയത്, ഇല്ലേ?
കൃത്യമായിട്ട് അറിയാമല്ലോ. അപ്പോൾ ഇതൊക്കെ ഒരു സൂചനയാണ്. അപ്പോൾ ഈ ഹാഫിസ് സയ്യിദിനെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്ത ഒരാളാണ്. അപ്പോൾ അയാൾക്ക് ചുറ്റുമുള്ള ആൾക്കാർ ഒരുമിച്ച് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അയാളെ സാമ്രാജ്യം അയാൾ കെട്ടിപ്പടുത്ത ഈ ഒരു ഭീകരരുടെ നെറ്റ്വർക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇല്ലാതാവുന്നത് കണ്ട് ജീവനോടിരിക്കുകയാണ് അയാൾ. പിന്നെ മസൂദ് അഷറിനെ കൊന്നില്ല, പക്ഷേ ഭീകരർ കൂടിയായ അയാളുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരെ ഇല്ലാതാക്കുക, ഒരുപക്ഷെ അവസാനം ഇവരിലേക്ക് ടാർഗറ്റ് എത്തുക എന്നുള്ളതായിരിക്കാം. നമുക്കതിന് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഹരി ചോദിച്ച വേറൊരു ചോദ്യത്തിനും കൂടി ഉത്തരം പറയാനുണ്ട്. അതായത് ഈ ഭീകരരെ ആക്രമിക്കുന്നതോടൊപ്പം ടാർഗറ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ രാജ്യത്തെ കൂടി ക്ഷീണിപ്പിക്കാനുള്ള ശ്രമം മൊസാദ് ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു പാറ്റേൺ ആണ് ഇതെന്ന് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാനിലും വലിയ തോതിൽ നമ്മൾക്ക് ഭാവിയിൽ ഈ വിഘടനവാദവും ആന്തരിക പ്രശ്നങ്ങളും നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ തന്നെ ബലൂചിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺവായിൽ, സിന്ധിൽ ഒക്കെ വിഘടനവാദ പ്രസ്ഥാനങ്ങളുണ്ട്. പിന്നെ അഫ്ഗാനിസ്ഥാനിലെ താലിബാനുമായിട്ട് വലിയ പ്രശ്നമുണ്ട്, ഇല്ലേ? തെഹ്രീക്ക് താലിബാൻ ഉണ്ട് മറ്റൊരു വശത്ത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അന്തഃഛിദ്രങ്ങൾ നിരവധിയാണ്. അതിനെ ഭാരതം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നത്. ഒരു പക്ഷേ അത് കൂടുതൽ ശക്തമാവാനും സാധ്യതയുണ്ട്. എങ്ങനെയായാലും പാകിസ്ഥാനെ ക്ഷീണിപ്പിക്കാതെ ഭാരതത്തിന് സ്വൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ മസൂദ് അസർ അതോടൊപ്പം തന്നെ ഈ ഹാഫിസ് സയ്യിദിനെ ഇത്തരത്തിലുള്ള നേതൃനിരയിലുള്ള ആൾക്കാരെ ഒരുപക്ഷെ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുന്നത് ഈ നെറ്റ്വർക്ക് എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ഇവരുടെ ജീവനോടെ കിട്ടേണ്ടതിൻ്റെ ഒരു ആവശ്യകത മുൻനിർത്തിയാണ് എന്ന് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തതെന്ന് മാത്രമല്ല, ഇവരൊക്കെ എവിടെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളുടെ ഏജൻസികൾക്കറിയാം. ഇവരുടെ ഓരോ മൂവ്മെൻറ്റും ട്രാക്ക് ചെയ്യുകയാണ്. ഇപ്പം ദാവൂദ് ഇബ്രാഹിമിനെ എന്താ കൊല്ലാത്തതെന്ന് ചോദിച്ചു. ദാവൂദ് ഇബ്രാഹിമിനെ കൊല്ലാൻ 2 പ്രാവശ്യം ശ്രമിച്ചാണ്. നമ്മുടെ അന്നത്തെ സർക്കാരിൻ്റെ കഴിവുകേടും നട്ടല്ലില്ലായ്മയും സമ്മർദ്ദത്തിൽപ്പെട്ടതുകൊണ്ടും മാത്രം ആണ് ദാവൂദ് ഇബ്രാഹിം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ വീട് എവിടെയാണ്, അയാൾ പുറത്തിറങ്ങുന്നത് എങ്ങോട്ടാണ്, എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്, ഇതെല്ലാം നമുക്കറിയാം. അതുപോലെ ഈ പറയുന്ന ഈ ആൾക്കാരുടെ എല്ലാ മൂവ്മെൻറ്റ്സും നമുക്കറിയാം. ഇവരെങ്ങനെയാണ് അവരുടെ ഭീകര നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുത്തതെന്നും കൃത്യമായിട്ടറിയാം. അതുകൊണ്ട് ജീവനോട് ഇനി ഇവരെ പിടിച്ചിട്ട് വേറെ കൂടുതൽ വിവരമൊന്നുമില്ല. പക്ഷേ ഒരുപക്ഷെ ഭാവിയിലേക്കുള്ള ഇവരുടെ പ്ലാനിങ് എന്താണെന്ന് അറിയാൻ വേണ്ടി മാത്രം ചിലപ്പോൾ ജീവനോട് ആവശ്യമുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ മസൂദ് അഷറിനെയും ഹാഫിസ് സയ്യിദിനെയും ഒക്കെ ജീവനോടെ പിടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമെന്ന്. കാരണം അവരെ ഇല്ലാതാക്കാനായിരിക്കും ശ്രമിക്കുക. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അവരല്ല ടാർഗറ്റ്. മിഡിൽ ലെവൽ വരെയുള്ള ഈ കമാൻഡർമാരും ലോക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന റിക്രൂട്ടേഴ്സുമാണ് ഇപ്പോൾ ടാർഗറ്റായിട്ട് വീഴുന്നത്, ഒന്നിനു പുറകെ ഒന്നായിട്ട്. നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 370 പിൻവലിച്ചു. ഭീകരവാദികൾക്ക് പതിയിരിക്കേണ്ട അല്ലെങ്കിൽ ഭീകരവാദികളെ നേരത്തെ പിന്തുണച്ചിരുന്ന പല ഇടങ്ങളിലുള്ള ആൾക്കാരും ഇപ്പോൾ നമ്മൾക്കൊപ്പമാണ്, ദേശീയതയ്ക്കൊപ്പമാണ് എന്ന് തന്നെ വിശ്വസിക്കുന്നു. അത്തരം ആൾക്കാരുടെ അത്തരമൊരു ഇൻഫ്ലുവൻസ്, അതായത് ഇപ്പോൾ കാശ്മീരിൽ വികസനത്തിൻ്റെ പാതയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു ഭീകരവാദി പാകിസ്ഥാനിൽ നിന്ന് ഭാരതത്തിലേക്ക് നുഴഞ്ഞു കയറുകയും ഒരു നോർത്തേൺ വാലി വഴി നുഴഞ്ഞു കയറുകയും അയാൾ ഹെയർ ഫിക്സിങ് നടത്തുന്നതിൻ്റെ ഇടയിൽ പിടിയിലായി എന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ പറഞ്ഞതനുസരിച്ച് അയാൾ പറയുന്നു, ഞാൻ പാകിസ്ഥാൻ ക്യാമ്പിൽ നിന്ന് കിട്ടിയ രീതിയിലുള്ള വിവരങ്ങളല്ല ഞാൻ ഇവിടെ വരുമ്പോഴുള്ളത്. ഇവിടെ വളരെയധികം വികസിതമായിട്ട് ആൾക്കാർ മുന്നോട്ട് പോകുന്നു, ഞാൻ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെയാണ് അയാൾ അന്വേഷണ ഏജൻസിക്ക് കൊടുത്ത ഒരു റിപ്പോർട്ട്. അത് പത്രങ്ങളിലടക്കം വാർത്തയാക്കിയിരുന്നു. പല ആൾക്കാരും, വളരെ പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെ അത് ട്വീറ്റ് ചെയ്യുകയും ചെയ്തു അത്തരം അയാളുടെ റിപ്പോർട്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഭീകരവാദികൾ നിന്ന് പരിവർത്തനം ചെയ്യപ്പെട്ട ധാരാളം ആൾക്കാർ കാശ്മീരിലെയും പല ഭാഗങ്ങളിലുണ്ട്. സത്യം തിരിച്ചറിയുകയും ഭാരതത്തിനോടൊപ്പം നിൽക്കുകയും ഭാരതത്തിൻ്റെ വികസനത്തിൻ്റെയും പുരോഗതിയുടെയും ഭാഗമാണെന്ന് പല ആൾക്കാരും. അവരിൽ നിന്ന് കിട്ടുന്ന ഈ നിർണായകമായ ഓപ്പറേഷൻസ് വിവരങ്ങൾ കൂടിയാണോ ഈ ഇവരുടെ ഒരു ടാർഗറ്റിൻ്റെ പിന്നിൽ? അതുണ്ടാവാം. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ടെക്നിക്കലായിട്ടുള്ള നിരവധി വലിയ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്.
പിന്നെ ചാരന്മാരുണ്ടെന്നേ. ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും ഈ മനപരിവർത്തനം ഉണ്ടായ ആൾക്കാർ മാത്രമല്ല, ചാരന്മാരുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കും. നമ്മൾ ഇവിടുന്ന് പാകിസ്ഥാൻ്റെ ചാരന്മാരെ പിടിക്കുന്നില്ലേ, അങ്ങനെയാണെങ്കിൽ ഭാരതത്തിൻ്റെ ചാരന്മാർ അവിടെയും ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് അറിയും. പക്ഷേ ഈ നാടകം ഒന്നും കണ്ട് നമ്മൾ വീഴരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ ഒരാൾ ഹെയർ ഫിക്സിങ്ങിന് വന്നു, അയാളെ പിടിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ മനം മാറി എന്നൊക്കെ അയാൾ പറയുന്നു, അല്ലെങ്കിൽ അതൊക്കെ ഒരു വശത്ത് നടക്കട്ടെ. പക്ഷേ ഇതൊന്നും സത്യമല്ല പൂർണ്ണമായിട്ട്. കാരണം മുകളിലത്തെ ലെവലിലോട്ട് എത്തുമ്പോൾ, സീനിയർ ലെവലിൽ എത്തുമ്പോൾ ഇതൊന്നും സത്യമല്ല. അതിന് രണ്ട് കാരണം ഞാൻ പറയാം. ഒന്ന്, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം തന്നെ ഇന്ത്യ വിരുദ്ധതയിലും ഇന്ത്യ വിരോധത്തിലുമാണ് നിലനിൽക്കുന്നത്. അത് ഇന്ത്യ വിരുദ്ധതയും ഇന്ത്യ വിരോധവും ഇല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമില്ല. അങ്ങനെ ഒരു രാജ്യം നിലനിൽക്കാൻ ഒരു കാരണവുമില്ല. ഹിന്ദു വിരോധമാണ്, ഹിന്ദുക്കളോടുള്ള വിരോധമാണ്. അപ്പം ആ ഒരു രാജ്യത്തിന് ഒരിക്കലും ഭാരതത്തോടുള്ള വിദ്വേഷം, പ്രത്യേകിച്ച് ഭാരതത്തിൻ്റെ ഈ ഉയർച്ചയും വളർച്ചയും കാണുമ്പോൾ ഉണ്ടാകുന്ന അസൂയ, ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവരെ എന്തും കൊണ്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രാജ്യമാണ് എന്ന് അവർ പല പ്രാവശ്യം തെളിയിച്ചിട്ടുണ്ട്. അടൽ ബിഹാരി വാജ്പേയി, അദ്ദേഹം RSSകാരനാണ്, അദ്ദേഹം ഒരു ഹിന്ദുത്വയുടെ പ്രചാരകനാണ്. ആ മനുഷ്യനാണ് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രിയായപ്പം പാകിസ്ഥാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ബസ് യാത്രയൊക്കെ നടത്തി. എന്നിട്ട് എന്താ സംഭവിച്ചത്? മാസങ്ങൾക്കുള്ളിൽ കാർഗിലുണ്ടായി. 2018 ഒരു പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നുമില്ലാതെ ഷോർട്ട് നോട്ടീസിൽ നരേന്ദ്രമോദി പാകിസ്ഥാനിൽ ചെന്നിറങ്ങി പ്രധാനമന്ത്രിയായ ശേഷം. അദ്ദേഹം അവിടെ സൗഹൃദ സംഭാഷണം നടത്തി, നവാസ് ഷെറീഫിൻ്റെ വീട്ടിൽ പോയി ഒരു കല്യാണ സ്വീകരണ ചടങ്ങിലൊക്കെ പങ്കെടുത്തു. അതൊരു പുതിയ തുടക്കമാണെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറഞ്ഞു. എന്തുണ്ടായി? 2019 പുൽവാമയുണ്ടായി. അപ്പോൾ ഇവരെ ഒരു തരത്തിലും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു രാജ്യം അല്ല. അതുകൊണ്ട് അക്കാര്യത്തിൽ നമ്മൾ ആവശ്യമില്ലാത്ത സ്വപ്നങ്ങളിലൊന്നും പെടരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട അഭ്യർത്ഥന. തീർച്ചയായും. അപ്പോൾ ഇത്തരത്തിൽ ഹിന്ദു വിരോധം, വളരെയധികം ഹിന്ദു വിരോധമുള്ള ധാരാളം ഹിന്ദു പെൺകുട്ടികൾ, ഹിന്ദു സ്ത്രീകൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് പാകിസ്ഥാനിൽ കഴിഞ്ഞുകൂടുന്നത്. നിരന്തരം ഒരു ആക്രമിക്കപ്പെടും എന്നുള്ള രീതിയിലാണ് ഓരോ പ്രഭാതവും അവർ കൺതുറക്കുന്നത്. അത്തരത്തിലുള്ള പാകിസ്ഥാന് പെട്ടെന്ന് എന്തുകൊണ്ടാകാം ഒരു ഭൂതോദയം ഉണ്ടായിട്ട് ലാഹോറിൻ്റെ, പഞ്ചാബിൻ്റെ മേഖലകളിലുള്ള പല പേരുകളും സ്ഥലനാമങ്ങൾ ഹിന്ദു പേരുകളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നു? അത് പ്രസംഗിച്ചത് അസീം മുനീർ കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ ഒന്നുകിൽ ഭയം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അജണ്ടകൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ല, തീർച്ചയായിട്ടും അജണ്ട ഉണ്ടാവുമല്ലോ. ഇത് അജണ്ട ഇല്ലാതെ ഒന്നും സംഭവിക്കില്ല ഇക്കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് അസീം മുനീർ ആവുമ്പോൾ. കാരണം അങ്ങേരെ ഒരു പക്ക ഹിന്ദു വിരോധിയാണ് എന്ന അയാളുടെ പഴയ പ്രസംഗങ്ങളെല്ലാം നമ്മൾ മുസ്ലിങ്ങൾ, നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് പറയാനാണ് പുള്ളി എപ്പോഴും ശ്രമിക്കുന്നത്. അങ്ങനെ ഒരാൾ ഇങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഭാരതത്തെക്കുറിച്ചുള്ള ഭയമായിരിക്കും കാരണം, അതല്ലെങ്കിൽ ഇയാളുടെ അമേരിക്കൻ മാസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. ഇപ്പോൾ അമേരിക്ക പറയുന്ന അനുസരിച്ച് ചലിക്കുന്ന പാവയാണ്. അത് ട്രംപൊന്നുമല്ല കേട്ടോ. അമേരിക്കയിലെ CIA, അമേരിക്കയിലെ പട്ടാള മേധാവികളൊക്കെയാണ് അസീം മുനീറിനെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ അവർ പറയുന്ന അനുസരിച്ച് ഭാരതത്തെ നിങ്ങൾ കൂടുതൽ പിണക്കരുത്, അല്ലെങ്കിൽ ഭാരതത്തോടെ നിങ്ങളൊരു പ്രകോപനപരമായ നിലപാട് ഇനി എടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പറയുന്ന യജമാനന്മാരെ സുഖിപ്പിക്കാൻ വേണ്ടി ഒരു പക്ഷേ ചെയ്ത ഒരു കൺകെട്ട് വിദ്യ ആയിരിക്കാം ഇത്. അല്ലാതെ അതിനപ്പുറം ഇതിനൊരു വലിയ ആഴത്തിലുള്ള എന്തെങ്കിലും ബന്ധമുണ്ടെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു മനപരിവർത്തനം ഉണ്ടായെന്നോ വിശ്വസിക്കാൻ ഞാൻ എന്തായാലും തയ്യാറല്ല. തീർച്ചയായും പാകിസ്ഥാനൊരു മനപരിവർത്തനം ഉണ്ടായില്ല. ഭയം, അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിൻ്റെ പിന്നിലാകാം, സമ്മർദ്ദമാകാം. പക്ഷേ രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചാലും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ഭീകരവാദികളെ ഒതുക്കും. ഒതുക്കുമെന്ന് മാത്രമല്ല, ഈ ഹഫീസ് സയ്യിദ് ഉൾപ്പെടെയുള്ളവരെ ഭൂമിയിൽ നിന്ന് പറഞ്ഞുവിടേണ്ട സമയം കഴിഞ്ഞു. കാരണം അതുമാതിരി ദ്രോഹമാണ് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളോട് ചെയ്തത്. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഹരി, ഇത് പെട്ടെന്ന് അവസാനിക്കത്തില്ല എന്ന്. അതായത് ഈ പറഞ്ഞ പോലെ ആൾക്കാരുടെ മനപരിവർത്തനം, ആർട്ടിക്കിൾ 370 കഴിഞ്ഞ് കശ്മീരിൽ വികസനം വന്നതുകൊണ്ട് തീവ്രവാദം അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം തീവ്രവാദം ഒരു വലിയ ബിസിനസ്സായിട്ട് മാറിയിട്ടുണ്ട്. ISIക്ക് കിട്ടുന്നത് കോടിക്കണക്കിന് ഡോളറാണ് വിദേശത്ത് നിന്ന്. പാകിസ്ഥാൻ പട്ടിണി കിടന്നാലും ISIയുടെ ഫണ്ടിൽ ഒരു കുറവുമില്ല. ആ ഫണ്ട് ISI ഈ പറയുന്ന ഭീകര സംഘടനകളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. ആ പമ്പ് ചെയ്യുമ്പോൾ
ഇതിനെല്ലാം ഇടനിലക്കാരുണ്ട്. ഇത്രയും അഴിമതിയുള്ള ഒരു പ്രസ്ഥാനം പട്ടാളത്തെ പോലെ, പാകിസ്ഥാൻ പട്ടാളത്തെ പോലെ വേറെ ഇല്ല എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും ഇടനിലക്കാരുണ്ട്, കമ്മീഷൻ ഏജൻസ് ഉണ്ട്. അസീം മുനീർ ഉൾപ്പെടെയുള്ളവർക്ക് കിട്ടുന്നുണ്ടെന്നേ ഇതിൻ്റെ കട്ട്. കോടിക്കണക്കിന് ഡോളറാണ് ഈ പറയുന്ന തീവ്രവാദി സംഘടനകളിലേക്ക് ഇവരിങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പണം അനധികൃതമായി സ്വത്ത് സമ്പാദനത്തിനുള്ള ഒരു വഴി കൂടിയാണ് ഇവരെ സംബന്ധിച്ച ഭീകരവാദം. അപ്പോൾ അതിന് ശക്തമായ തിരിച്ചടി കൊടുക്കാതെ, പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി കൊടുക്കാതെ ഇത് അവസാനിക്കുന്ന പ്രശ്നമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇനി അതിവിദൂര ഭാവിയിലല്ലാതെ പാകിസ്ഥാൻ 3-4 കഷ്ണങ്ങളായി മാറും. ലോകത്തിലെ എല്ലാ ഭീകരവാദ രാജ്യങ്ങളും ഇതേ അവസ്ഥയിൽ തന്നെ വളരെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. കാരണം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ POK എന്തായാലും BJP NDA സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞതാണ് POK ഭരണത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും നെറ്റിച്ചൊളിച്ചു, എല്ലാവരും അമ്പരന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ, 370 പിൻവലിക്കും എന്ന് പറഞ്ഞപ്പോഴും എല്ലാവരും അമ്പരന്നു. പക്ഷേ അത് സംഭവിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതോടൊപ്പം ഈ പഞ്ചാബ്, സിന്ധ് മേഖല, അപ്പുറത്ത് ബലൂചിസ്ഥാൻ, ഇതെല്ലാം ശിഥിലീകരിക്കപ്പെടും. കാരണം പാകിസ്ഥാൻ ഇങ്ങനൊരു രാജ്യമായി നിലനിൽക്കുന്നത് ലോകത്തിന് തന്നെ വലിയ ഭീഷണിയാണെന്ന് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും, അതായത് അഭിമാനമുള്ള, കൃത്യമായ താല്പര്യങ്ങളുള്ള, കൃത്യമായ രീതിയിലുള്ള ജനാധിപത്യ ബോധമുള്ള രാജ്യങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇത് സംഭവിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഞാൻ എന്തായാലും ഒരു പാതി തമാശയായാലും പാതി കാര്യമായിട്ട് ഒരു കാര്യം പറയാം. POK പിടിച്ചെടുക്കുകയാണെങ്കിൽ ഇന്ത്യ വിരുദ്ധരായ അവിടുത്തെ ജനങ്ങളെ സഹിതമായിരിക്കരുത്. POK പിടിച്ചെടുക്കുക, ശരിക്കും ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യയുടെ മുൻ സൈനികർ, അതേപോലെ ദേശാഭിമാനികളായ നാട്ടുകാർ, അങ്ങനെയുള്ളവരെ അവിടെ കൊണ്ട് താമസിപ്പിക്കുക. അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ പാതി പ്രശ്നം അവസാനിക്കും. ഇതൊക്കെ ചെയ്യാൻ പ്രായോഗികമായി നിരവധി ബുദ്ധിമുട്ടുകളുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മുൻ സൈനികർക്ക്, റിട്ടയറായ ആൾക്കാർക്ക്, അല്ലെങ്കിൽ സൈനികർക്ക്, സർവിങ് ഓഫീസേഴ്സിന് ഒക്കെ അവിടെ ഭൂമി പതിച്ചു കൊടുക്കുകയും ആ ഏരിയ സെക്യൂർ ആക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പാതി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. നമസ്കാരം.